നിയന്ത്രണ രേഖയിൽ പാക് ഡ്രോൺ സാന്നിധ്യം. സാംബയിലാണ് ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തിയത്. സുരക്ഷാസേന വെടിവെച്ചു. പ്രദേശത്ത് സുരക്ഷാ പരിശോധന ആരംഭിച്ചു. നോബിൾ മാരിക്കാരനോട് വിവരങ്ങളുമായി. നോബിൾ, എപ്പോഴാണ് ഈ നിയന്ത്രണ രേഖയിൽ പാക് ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തിയത്? എന്തായാലും ഡ്രോണിനെ വെടിവെച്ചിട്ടു അല്ലേ? ശ്രുതി, ഹരിപ്രിയ, ഇന്ന് വൈകിട്ട് രാത്രിയോടെയാണ് ഇത്തരത്തിൽ സാംബ അതിർത്തിയിൽ ഇങ്ങനെ ഒരു ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തിയത്. 5ഓളം ഡ്രോണുകൾ ഈ മേഖലയിലേക്ക് പാകിസ്ഥാൻ മേഖലയിൽ നിന്ന് കടന്നു വരുന്നു എന്നാണ് നമുക്ക് വിവരം ലഭിച്ചത്. അതിന് പിന്നാലെ സുരക്ഷാസേന തിരിച്ച് വെടിവെക്കുകയും പിന്നീട് ഡ്രോണുകൾ അപ്രത്യക്ഷമാവുകയും ചെയ്തു എന്ന് അറിയാൻ കഴിയുന്നു. പൂഞ്ച് മേഖലയിൽ സമാനമായി തന്നെ ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തി എന്നാണ് ഇപ്പോൾ സുരക്ഷാസേന അറിയിക്കുന്നത്. കഴിഞ്ഞ ദിവസം, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സാംബ മേഖലയിൽ ഡ്രോൺ എത്തുകയും നിരവധി ആയുധങ്ങൾ ഇന്ത്യയിലേക്ക് നിക്ഷേപിച്ച ശേഷം ഡ്രോണുകൾ മടങ്ങുകയും ചെയ്തിരുന്നു. ആ ആയുധങ്ങളടക്കം പിന്നീട് സുരക്ഷാസേന കണ്ടെത്തുകയും ചെയ്തു. അതായത് ആയുധക്കടത്തിലടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ ഡ്രോൺ പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണോ ഈ ഡ്രോണുകൾ എത്തിയത് എന്നതിനെ കുറിച്ച് വ്യക്തിയില്ല. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് സമാനമായി തന്നെ നിരവധി ഡ്രോണുകൾ ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടന്നു വരികയും ഇന്ത്യ അത് വെടിച്ചിടുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ സാംബയിലേക്ക് അടക്കം വന്ന ഡ്രോണുകൾക്ക് നേരെ സുരക്ഷിതരെ വെടിവെച്ചു എന്ന് മാത്രമാണ് വിവരം. പിന്നീട് ഡ്രോണുകൾ തിരിച്ചു മടങ്ങി എന്ന് അറിയാൻ കഴിയുന്നു. ചിലത് അപ്രത്യക്ഷമായി എന്നും പറയുന്നുണ്ട്. എന്തായാലും ഈ മേഖലയിൽ വലിയ സുരക്ഷയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഇന്ത്യ പാക് സംഘർഷത്തിന് ശേഷമുള്ള സാഹചര്യം അതീവ സങ്കീർണം ആയതുകൊണ്ട് തന്നെ സുരക്ഷയുടെ കരുതൽ ഈ മേഖലയിലുണ്ട്. അതിന്റെ ഭാഗമായി അതീവ സുരക്ഷയുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഡ്രോണുകൾ എന്തിനു വന്നു എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. മുൻപ് വന്നതുപോലെ തന്നെ ആയുധങ്ങളുമായി വന്നതാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി വസ്തുക്കളുമായി വന്നതാണോ എന്നടക്കമുള്ള സംശയങ്ങൾ സുരക്ഷാസേനയ്ക്ക് ഉണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. പാക് മേഖലയിൽ നിന്ന് തന്നെയാണ് ഡ്രോൺ വന്നത് എന്ന് സുരക്ഷാസേന സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ മറ്റ് അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഡ്രോണുകൾക്ക് നേരെ കൃത്യമായി തന്നെ സുരക്ഷാസേന വെടിവെക്കുകയും പിന്നീട് ഡ്രോണുകൾ മടങ്ങുകയും ചെയ്തത് അപ്രത്യക്ഷമാവുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും നിയന്ത്രണ രേഖയിൽ പാക് ഡ്രോൺ എന്തിനെത്തി എന്നതാണ് ഉയരുന്ന ചോദ്യം. എന്തായാലും ഡ്രോൺ വെടിവെച്ചിട്ടുണ്ട്. നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.